നമസ്കാരം, എല്ലാവർക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഫോമുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ പുതിയൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ടെൻസിൻ്റെ തന്നെയാണ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും പാസ്റ്റ് ടെൻസിൽ 4 ഫോമുകളാണ് വരുന്നത്. അതിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസും തമ്മിലുള്ള കണക്ഷനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സിൻസ് ഫോർ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നോക്കാം. പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തെ ആൾ ആരാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. ആരാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ നോക്കിക്കോളാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് ടൈമിലുണ്ടായിരുന്ന ഹാബിച്വൽ ആക്ഷൻ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിന് കൃത്യമായൊരു ഫോമുണ്ട്. ആ ഫോം പഠിച്ചേ പറ്റൂ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നോക്കിയുള്ള സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് വെർബ്. V2 എന്ന് പറയുമ്പോൾ അതിൽ ഒളിച്ചിരിക്കുന്ന ഓക്സിലറി വെർബിനെ കൂടെ അറിഞ്ഞിരിക്കണം. ആരാണ്? ഡിഡാണ്. അതായത് ഒരു വെർബിൻ്റെ കൂടെ ഡിഡ് ചേരുമ്പോൾ അതിൻ്റെ V2 ഫോമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് സിംഗുലർ പ്ലൂറൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഐ വെൻറ്റ്, ഞാൻ പോയി എന്ന് പറയാം. ഹീ വെൻറ്റ്, അവൻ പോയി. ആ ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ V2 ഫോമാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 ആണ് എന്തെന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോം. നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോം വെർബിൻ്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ഓർത്തിരിക്കണം ഈ ഒരു കാര്യം. ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടൈം വേർഡ്സ് ഏതൊക്കെയാണ്. സിമ്പിൾ പാസ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ടൈം വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളാം. യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ഓർ ലാസ്റ്റ് മന്ത് ഓർ ലാസ്റ്റ് ഇയർ പറയാം, വെന്ന് പറയാം, ദ അതർ ഡേ പറയാം, ബിഫോർ പറയാം. ഇതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ്സ് ആയിട്ട് പറഞ്ഞത്. സബ്ജക്റ്റ് പ്ലസ് V2. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് V1 ആയിരുന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. ഇനി സിമ്പിൾ പാസ്റ്റിനെ നോക്കി വെച്ചേക്കണം. ഇയാൾക്ക് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടും ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിന് നമുക്ക് മുന്നോട്ട് പോകെ പറയാം. അതും ശ്രദ്ധിച്ചിരിക്കണം. അത് ഈയൊരു LD ടൈപ്പിസ്റ്റ് എക്സാമിനേഷന് മാത്രമല്ല അത് പ്രയോജനപ്പെടുന്നത്. ഈ പാസ്റ്റ് ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് PSCക്കകത്ത് ചോദിക്കുന്നതാണ്. അത് ഈ വരുന്ന ഡിഗ്രി പ്രിലിം എക്സാമിനേഷനും ഇനി വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ LD ടൈപ്പിസ്റ്റിന് മാത്രമായിട്ട് ഇത് ഒതുങ്ങരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സിമ്പിൾ പാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. I dash him 7 years ago. I dash him 7 years ago. ഞാൻ 7 വർഷങ്ങൾക്ക് മുൻപ്. ആ 7 years ago എന്ന് പറയുന്നതിനെ 7 years ago എന്ന് പറയുന്ന സംഗതിയെ ഒരു പാസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അവിടെ എന്താ വരേണ്ടത്? 7 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റിലുള്ള ആക്ഷൻ ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ഈ ഹാവിനെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മെറ്റ് എന്ന് പറയുന്നതായിരിക്കണം V2 ഫോം. മീറ്റിൻ്റെ V2 ഫോമാണ് ആര്? മെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാം. അടുത്ത നോക്കിയാൽ ഷീ ഡാഷ് SSLC ഇൻ 2010. അവൾ 2010 SSLC പാസ്സായി, ജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2010 2026 നമ്മൾ പറയുമ്പോൾ 2010 എന്ന് പറയുന്ന ഇയർ എന്താണ്? അതൊരു പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് എന്ത് വരും? ഓപ്ഷൻ ബി ആയിട്ടുള്ള പാസ്ഡ് ആയിരിക്കും നമ്മുടെ ഉത്തരം. V2 പാസിൻ്റെ V2 ആരാണ്? പാസ്റ്റ് ആണ്. അടുത്ത നോക്കിയാൽ വി ഡാഷ് എ ട്രിപ്പ് ടു ഡൽഹി ലാസ്റ്റ് സമ്മർ. അപ്പോൾ ഈ ലാസ്റ്റ് സമ്മർ എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് സിമ്പിൾ പാസ്റ്റിലാണെന്ന് പറയുന്നത്. ലാസ്റ്റ് സമ്മർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കിക്കോണേ. അപ്പോൾ ഇതിനകത്ത് ആര് വരും? ഈ ഹാവ്, വി ഡാഷ് എ ട്രിപ്പ് ടു ഡൽഹി ലാസ്റ്റ് സമ്മർ. വി ഹാഡ് ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ഹാസിനെയും ഹാവിനെയും ഓക്സിലറി വെർബായിട്ട് മാത്രമല്ല മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പാസ്റ്റായിട്ടുള്ള ഹാഡ്, ഉണ്ടായിരുന്നു എന്നുള്ള സാധനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ആഡ് ഹാവ് ഒന്നും എഴുതി വെക്കില്ല, അങ്ങനെയുള്ള സംഗതിയൊന്നും വരത്തില്ല ഇതിനകത്ത്. ഹി ഡാഷ് ദ ബാങ്ക് ഇൻ 1999. 1999 ഹി ഡാഷ് ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അവൻ ജോയിൻ ചെയ്തു. അപ്പോൾ എങ്ങനെ പറയും? ഹാസ് ജോയിൻഡ് പറയുക, ഹാവ് ജോയിൻഡ് പറയുക, ഈസ് ജോയിൻഡ് പറയുക. ഇതൊന്നും വേണ്ട. ഇൻ 1999 എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ.
അപ്പോൾ V2 ആണല്ലോ ജോയിൻ എന്ന് പറയുന്നതിൻ്റെ V2 ആണല്ലോ ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇത് വരും ജോയിൻഡ് ആണ് വരുന്നത്. ഇതാണ് സിമ്പിൾ പാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഇതൊക്കെ PSCയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിനകത്ത് എന്താ പഠിച്ചത്? പ്രസൻറ്റ് കണ്ടിന്യൂസിനകത്ത് പഠിച്ച കാര്യം ഇതാണ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം എന്നാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിനകത്ത് പഠിച്ചത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിന് എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? പ്രസൻറ്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്ന, പറയുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പ്രസൻറ്റിൻ്റെ ഫോമാണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്താണെന്ന് നോക്കണ്ടേ? സബ്ജക്റ്റ് കഴിഞ്ഞ് ഇവിടെ കണ്ടോ, ഈസ് ആം, ഇതിൻ്റെ പാസ്റ്റായിട്ടുള്ള വാസിനെ ഉപയോഗിക്കാം, ആറിൻ്റെ പാസ്റ്റായിട്ട് വരുന്ന വേറിനെ ഉപയോഗിക്കാം, പ്ലസ് വെർബിൻ്റെ ING ഫോം തന്നെയാണ്. കണ്ടിന്യൂസ് ടെൻസിനകത്ത് എൻഡ് ചെയ്യുന്ന വെർബിൻ്റെ ING ഫോമിലായിരിക്കും. കണ്ടിന്യൂസ് ടെൻസുകളെല്ലാം വെർബിൻ്റെ ING ഫോം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേറും ഉപയോഗിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേറെ ഉപയോഗിക്കണം. ഇനി ഐയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയില്ല. ഐയുടെ കൂടെ ഇവിടെ വാസ് ഉപയോഗിച്ചാൽ മതി. ഇനി ഐയുടെ കൂടെ വേറെ വരും. ഇഫ് ഐ വെയർ യു, ഇഫ് വരുന്ന ഇഫ് ക്ലോസിനകത്ത്, ഇഫ് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ ഐയുടെ കൂടെ വേറെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കണക്ഷൻ ഞാൻ പറയാൻ പോവാം. കണക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആരും തമ്മിലല്ല, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആരൊക്കെ തമ്മിലാണ്? പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ അതിനു മുമ്പ് ടൈം വേർഡ്സ് നോക്കി വെച്ചോ. വൈൽ, വെൻ, അറ്റ് ദ ടൈം, ഓൾ ഡേ, യെസ്റ്റർഡേ, ഇതൊക്കെയാണ് ടൈം വേർഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കണം. PSCയിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ടായിരിക്കും എപ്പോഴും എന്ത് ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളാം. വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം, ഞാനവനെ ആദ്യം കണ്ടപ്പോൾ. അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസിൽ ഒരെണ്ണം സിമ്പിൾ പാസ്റ്റിലും അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസിലും ആകണം. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കേസ് വേറെ വരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ രണ്ട് പാസ്റ്റ് ആക്ഷൻസിൽ ഒരെണ്ണം പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അടുത്തത് സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് തരുമ്പോൾ നോക്കുക, അതിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ സിമ്പിൾ പാസ്റ്റ് ആണോ വരുന്നത്. ഇനി ടൈം വേർഡ്സും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കേസ് വേറെയാണ്, അത് ഓർത്തോണം. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കരുതേ. വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഐ ഡാഷ് ഇൻ ദ ഹോസ്പിറ്റൽ, ഞാനവനെ ആദ്യം കാണുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം, മെറ്റ് എന്ന് പറയുന്ന V2 സിമ്പിൾ പാസ്റ്റ് കിടക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഐയുടെ കൂടെ ആരെ വരും? വർക്ക്ഡ് ഒന്നും വരത്തില്ല, ഹാഡ് ബീൻ ഒന്നും വരത്തില്ല, ഹാസ് ബീൻ വരത്തില്ല. വാസ് വർക്കിംഗ്, ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാ? ഒന്ന് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ അടുത്ത എന്തിലായിരിക്കണം? പാസ്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷീ ഡാഷ് സിംഗിങ് വെൻ ഐ എൻറ്റേർഡ് ദ റൂം, ഞാൻ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ. വെൻ ഉണ്ട് ടൈം വേർഡായിട്ട്, എൻറ്റേർഡ് V2 ആണ്. അപ്പോൾ ഒരാൾ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ അടുത്ത ആൾ എന്തിലായിരിക്കണം? പാസ്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. പാസ്റ്റ് കണ്ടിന്യൂസിൽ ഇതാ ഷീയുടെ കൂടെ സിംഗിങ് കിടപ്പുണ്ട്, ആരെയും ഉപയോഗിച്ചാൽ മതി? ഓപ്ഷൻ D ആയിട്ടുള്ള വാസിനെ ഉപയോഗിച്ചാൽ മതി. സിമ്പിൾ സംഗതിയാണ്, ഇതിനെ കൂടുതലൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. വൈൽ, അടുത്ത ടൈം വേർഡ് കിടപ്പുണ്ട്. വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുക, ഇത് ഏതിലാണ്? പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. ഒരെണ്ണം പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അടുത്ത ആൾ എന്തിലായിരിക്കണം? സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. അങ്ങനെ സിമ്പിൾ പാസ്റ്റിലുള്ള ഏത് വെർബുണ്ട്? മീറ്റിൻ്റെ V2 ആണ് വരേണ്ടത്. ഇത് മീറ്റ്, ഇത് V1 കിടക്കുക. മെറ്റാണ്, മീറ്റിൻ്റെ V2 എന്ന് പറയുന്നത് മെറ്റാണ്. രവി ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ദ ഫോൺ റാങ്, ഫോൺ റാങ് ചെയ്തപ്പോൾ, ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്കിവിടെ ഫോൺ റാങ്, റിങ്ങിൻ്റെ പാസ്റ്റ് V2,
അതായത് സംഗതി ഈ വെൻ ദ ഫോൺ റാങ് എന്ന് പറയുന്ന സാധനം സിമ്പിൾ പാസ്റ്റ് തന്നിരിക്കുകയാണ്. നമുക്കിനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വേണ്ടത്. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, വാസ് റീഡിംഗ് ആണ്. രവി വാസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. രവി എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ, സിംഗുലറാണ്, അപ്പോൾ വാസ് വന്നു. അപ്പോൾ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള കണക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷന് ചോദിക്കുന്നൊരു സംഗതിയാണ്. അത് LD ടൈപ്പിസ്റ്റിന് മാത്രമല്ല മറ്റ് എക്സാമുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ സംഗതി ഉള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്